പി.വി. അൻവർ CPM വിടുമെന്ന് ആദ്യം പറഞ്ഞത് മറുനാടനാണ്. ഇതിനെതിരെ അതിരൂക്ഷ വിമർശനമായിരുന്നു അൻവർ നടത്തിയത്. ഫേസ്ബുക്കിൽ അൻവർ ഇട്ട കുറിപ്പ് അൻവറിന് തന്നെ തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥ. ഒടുവിൽ പിണറായി വിജയൻ സർക്കാരിനെ സർവത്ര കുഴപ്പത്തിലാക്കി ആ മകൻ പാർട്ടി മാറി. ഇതോടെ ആ പരിഹാസം സോഷ്യൽ മീഡിയയ്ക്ക് ട്രോളായി മാറുകയും ചെയ്തു. എന്തു വന്നാലും CPMൽ തുടരുമെന്ന് പ്രഖ്യാപിച്ചാണ് അന്ന് മറുനാടനെ പരിഹസിച്ചുകൊണ്ട് അൻവർ എത്തിയത്. അതുകഴിഞ്ഞ് 3 ആഴ്ചയായപ്പോൾ തന്നെ അൻവറിന് CPM മതിയായി. മോഹൻലാലിന്റെ ചിത്രവുമായാണ് അൻവർ അന്ന് മറുനാടനെ സെപ്റ്റംബർ 1 പരിഹസിച്ചത്. ഈ പാർട്ടിക്ക് വേണ്ടി 500-ൽ പരം സഖാക്കൾ ജീവൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരാൾ പോലും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയത്. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും നീയൊക്കെ തകർക്കാൻ നടക്കുന്ന ഈ നാടിന്റെ മതേതര സ്വഭാവം കാത്തുരക്ഷിക്കാൻ വേണ്ടിയുമാണ് അവർക്കൊക്കെ രക്തസാക്ഷികളാകേണ്ടി വന്നത്. ഞാൻ ഇത് ഇന്ന് പിന്തുടരുന്നതും ഇതേ പാതയാണ്. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ഈ സർക്കാർ എന്നും ഇവിടെ ഉണ്ടാകണം. അതിന്റെ പേരിൽ രക്തസാക്ഷിയാകേണ്ടി വന്നാലും പി.വി. അൻവറിന് പുല്ലായിരുന്നു. ഇതായിരുന്നു സെപ്റ്റംബറിലെ വീരവാദത്തിന്റെ കാതൽ. എന്നാൽ ഇതെല്ലാം മാറ്റിപ്പറഞ്ഞു അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്ന് വ്യക്തമാക്കുകയാണ് ഇന്ന്. എന്നും മറുനാടനെ വർഗീയവാദിയെന്ന് വിളിച്ച് വ്യാജ ആരോപണം ഉന്നയിച്ച അൻവർ താൻ മതേതരവാദിയാണെന്ന് സമർത്ഥിച്ചു പോന്നു. ഇന്ന് അതും തെറ്റി. മുസ്ലിം ആയതുകൊണ്ടാണ് തന്നെ CPM ഒറ്റപ്പെടുത്തിയതെന്നും CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസ് RSSുകാരനെന്നും പറഞ്ഞുവെച്ചു. ന്യൂനപക്ഷ വർഗീയത ആളിക്കത്തിച്ച് സമൂഹത്തിൽ കലാപാഹ്വാനം നടത്തുകയാണ് ഇതിലൂടെ അൻവർ. ന്യൂനപക്ഷ സംഗമം വിളിക്കുമെന്നും CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസ് ന്യൂനപക്ഷങ്ങളെ കള്ളക്കേസിൽ കുടുക്കാൻ കൂട്ടുനിന്നു എന്നും അദ്ദേഹം പറഞ്ഞു. താൻ 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമാണെന്നും അതാണ് തന്റെ ശക്തിയെന്നും താൻ അതിന്റെ ഭാഗമാണെന്നും അൻവർ പറഞ്ഞു. അതായത് സെപ്റ്റംബർ 1 പറഞ്ഞ മതേതരത്വം മറക്കുകയാണ് അൻവർ. ഈ പുതിയ അൻവറിനെയാണ് സോഷ്യൽ മീഡിയ പലവിധത്തിൽ ട്രോളുന്നത്. പി.വി. അൻവർ എന്ന സാധാരണ ജനപ്രതിനിധിയെ ഉയർത്തിയതിൽ CPM സൈബറിടം വഹിച്ച പങ്ക് ചെറുതല്ല. ഇടതു പ്രവർത്തകരുടെ പായും പുലിയായി അവതരിപ്പിക്കപ്പെട്ട പി.വി. അൻവർ വ്യാഴാഴ്ച മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വാർത്താ സമ്മേളനത്തോടെ CPMന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഉത്തരം താങ്ങുന്ന പല്ലിയായി മാറി. ഒരു ദിവസം കൊണ്ടാണ് CPM സൈബർ സേനയ്ക്ക് അൻവർ വെറുക്കപ്പെട്ടവനായി മാറിയത്. ഇതിനോടൊപ്പമാണ് മറുനാടൻ പരിഹാസങ്ങളുടെ പേരിൽ കളിയാക്കുന്നത്. 2019-ൽ കക്കാടംപൊയിലെ തടയണ വിവാദത്തോടെയാണ് അൻവർ എന്ന പേര് സോഷ്യൽ മീഡിയയിൽ സജീവമായത്. അൻവർ MLAയുടെ ഭാര്യാപിതാവിന്റെ ഉടമസ്ഥതയിലുള്ള കക്കാടംപൊയിൽ ചീങ്കണ്ണിപ്പാലയിലെ തടയണ 15 ദിവസത്തിനകം പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് വന്ന ശേഷം സർക്കാർ അൻവറിനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന വാർത്ത മാധ്യമങ്ങൾ കൊടുത്തു തുടങ്ങിയതോടെ അൻവർ മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നു. ഇതോടെയാണ് CPMലെ സോഷ്യൽ മീഡിയ വിഭാഗം അൻവറിനെ ഹീറോ പരിവേഷത്തിലേക്ക് ഉയർത്തിയത്. CPMന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോരാട്ടം നടത്തുന്ന പല സഖാക്കളും പ്രൊഫൈൽ പിക്ചർ വരെ അൻവറിൻ്റെതാക്കി. മുഖ്യമന്ത്രിക്കെതിരെ അൻവർ വാർത്താസമ്മേളനം നടത്തിയ ശേഷവും അൻവർ പറഞ്ഞത് താൻ ഇടതുപക്ഷ സഹയാത്രികനായി തുടരുമെന്നാണ്. ഇത് സൈബറിടത്തിലെ പാർട്ടി അണികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ടെന്ന് മനസ്സിലായതോടെയാണ് പാർട്ടിയുമായി ഇനി അൻവറിന് ബന്ധമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറിക്ക് വ്യക്തമാക്കേണ്ടി വന്നത്. പാർട്ടി സെക്രട്ടറിയുടെ അറിയിപ്പ് വന്നതോടെ പല പോരാളികളും അൻവറിനു വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റുകൾ പിൻവലിച്ചു. CPM സൈബർ സേന അൻവറിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തു.